ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പ്രചരണം നാളെ അവസാനിക്കും. 122 മണ്ഡലങ്ങളിലാണ് ചൊവ്വാഴ്ച വോട്ടെടുപ്പ് നടക്കുക. അവസാന ദിവസങ്ങളിൽ ദേശീയ നേതാക്കളെ ഇറക്കി പ്രചാരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. ഒന്നാം ഘട്ടത്തിലെ റെക്കോർഡ് പോളിംഗിൽ പ്രതീക്ഷ അർപ്പിക്കുകയാണ് മുന്നണികൾ. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാകേഷ്, ഒന്നാം ഘട്ടം അവസാനിച്ചപ്പോൾ എൻഡിഎക്ക് കൂടുതൽ മുന്നേറ്റം ലഭിച്ചിരിക്കുന്നു എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. രണ്ടാം ഘട്ടത്തിലും അത് ആവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അനുശ്രീ, ബീഹാർ ഏതായാലും രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇനി പരസ്യ പ്രചാരണത്തിന് ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ചൊവ്വാഴ്ച രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ, ഇതിനോടകം തന്നെ 121 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ഇനി 122 മണ്ഡലങ്ങളിൽ കൂടി വോട്ടെടുപ്പ് നടക്കേണ്ടതുണ്ട്. ഏതായാലും വാശിയേറിയ പ്രചാരണം ഈ രണ്ടാം ഘട്ടത്തിലും നടക്കുകയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് BJPയുടെ പ്രചാരണം നടക്കുന്നത്. മോദി ഇന്നലെ ബീഹാറിലുണ്ടായിരുന്നു. വലിയ വിമർശനം, പ്രത്യേകിച്ച് ജംഗിൾ രാജ്, ഒന്നാം ഘട്ടത്തിലും സമാനമായ രീതിയിൽ വികസനം വേണോ അതോ ജംഗിൾ രാജ് വേണോ എന്ന ചോദ്യമാണ് BJP നേതാക്കൾ, NDA നേതാക്കൾ ആവർത്തിച്ച് ചോദിച്ചിരുന്നത്. ഇന്നലെയും പ്രചാരണ യോഗങ്ങളിൽ അതുതന്നെയാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. RJD സർക്കാർ വരികയാണെങ്കിൽ ബീഹാറിൽ പഴയതുപോലെ 90കളിലെ പോലെ ജംഗിൾ രാജ് വരും എന്ന പ്രതികരണം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. രാഹുൽ ഗാന്ധിയും സമാനമായ രീതിയിൽ വലിയ വിഷയങ്ങൾ കേന്ദ്രത്തിനെതിരെ, പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ന്യൂനപക്ഷ മേഖലകൾ അടക്കമുള്ള കട്ടിഹാർ അടക്കമുള്ള ജില്ലകളിൽ, സീമാഞ്ചൽ മേഖലയിൽ വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യ സഖ്യത്തിന് അവിടെ സാധിച്ചിരുന്നില്ല. പ്രത്യേകിച്ച് ഒവൈസി മജ്ലിസ് പാർട്ടി അവിടെ സ്ഥാനാർത്ഥി നിർത്തി അവർ 5 സീറ്റ് നേടുന്നതൊക്കെ കണ്ടതാണ്. അങ്ങനെ വലിയ മുന്നേറ്റം, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് ഏതാണ്ട് 40% അല്ലെങ്കിൽ 50% ഒക്കെ തന്നെ ന്യൂനപക്ഷ വോട്ടുകളുള്ള ജില്ലയിൽ പോലും വലിയ മുന്നേറ്റം നടത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചില്ല. ഇത്തവണയും ഏതായാലും AMIM സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. അവർ സഖ്യമായി അവിടെ മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും കഴിഞ്ഞ തവണത്തേത് പോലെയാണ് സാഹചര്യമെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അത് അത്ര ഗുണം ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഒരു വലിയ തോതിലുള്ള പ്രചാരണം, പ്രത്യേകിച്ച് വോട്ടുകൾ ചോരാതിരിക്കാനുള്ള പ്രചാരണം ഇന്ത്യ സഖ്യം നടത്തുന്നുണ്ട്. RJDയും കോൺഗ്രസും ഒക്കെ തന്നെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ആദ്യഘട്ടത്തിൽ വലിയ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരുന്നു. ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച പോളിംഗ് 64.66 ആണ് രേഖപ്പെടുത്തിയത്. ഇത് പലതരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഏതായാലും പ്രത്യക്ഷത്തിൽ വലിയ പ്രതീക്ഷയാണ് രാഷ്ട്രീയ പാർട്ടികൾ പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് യുവജനങ്ങളും ഒപ്പം തന്നെ കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളും ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ യുവാക്കളുടെ പങ്കാളിത്തമുണ്ടായി. അത് സർക്കാരിന് വിരുദ്ധമാണ്, സർക്കാരിന് അനുകൂലമല്ല എന്ന പ്രതികരണം തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെയും ഒപ്പം തന്നെ പ്രശാന്ത് കിഷോർ അടക്കമുള്ള നേതാക്കളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മറിച്ച് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ക്ഷേമ പദ്ധതികൾക്ക് ജനം വോട്ട് ചെയ്തു, അതാണ് ഈ വോട്ടെടുപ്പിൽ കണ്ടതെന്ന പ്രതികരണം അവർ നടത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു കണക്കൂട്ടലിലേക്ക് പാർട്ടികൾ കടന്നിട്ടില്ല. പക്ഷെ ആദ്യ പ്രതികരണത്തിൽ അവർക്ക് അനുകൂലമാണ് സാഹചര്യം എന്നാണ് പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം ഘട്ടത്തിൽ പരമാവധി സീറ്റുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രചാരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അനുശ്രീ, ശരി, രാകേഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.